അസുഖമില്ലാതിരിക്കുക എന്നുള്ളൊരു ഇതാണ്. പിന്നെ പറയാനുള്ളത്, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4 കാര്യങ്ങളാണ് ആരോഗ്യമുള്ള ഒരു കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒന്ന്, നമ്മളെ ശരിയായ രീതിയിലുള്ള ഭക്ഷണം, ജീവിതത്തോടുള്ള പോസിറ്റീവ് മനോഭാവം. ഭക്ഷണം യഥാസമയം അതിൻ്റെ ക്രമീകരണ രീതിയിൽ തന്നെ നാം കഴിക്കേണ്ടതുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സമീപിക്കുന്ന രീതിയാണ്. എപ്പോഴും മനസ്സ് പോസിറ്റീവിലായിരിക്കണം. നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറിലാണ് നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ആരോഗ്യം എന്ന സമ്പത്ത്. ആരോഗ്യം എന്ന സമ്പത്തിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ. കാരണം ഒരാൾ വളരെ പണക്കാരനാണ്, സാമ്പത്തികമായി വളരെയധികം ഉന്നതിയുള്ള വ്യക്തിയാണെങ്കിലും കൂടിയിട്ട് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് വളരെ മോശം അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ടൊരു പ്രയോജനമില്ല. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന, ഗൾഫിലൊക്കെ 2 സ്ഥാപനങ്ങളുണ്ട്, നാട്ടിൽ ഒരുപാട് ഭൂസ്വത്തുള്ള ആളാണ്. അദ്ദേഹത്തിന് തേങ്ങ മാത്രം വിറ്റാൽ മതി, അന്തസ്സായിട്ട് ജീവിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സമാധാനമില്ല. കാരണം നമുക്ക് നേരിട്ട് അറിയുന്ന സംഗതിയാണ്. കാരണം പല വിഷയങ്ങളും അദ്ദേഹത്തിന് നല്ല സമയത്ത് തന്നെ അദ്ദേഹത്തിന് ചിലപ്പം ഗുളിക കുടിക്കേണ്ടി വരും ഉറങ്ങണമെങ്കിൽ, അങ്ങനത്തെ ഒരവസ്ഥ. ഇപ്പോൾ അദ്ദേഹം പ്രായമൊന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് ശരിക്കും ആളുകളെ മനസ്സിലാക്കുമ്പോൾ ഓർമ്മശക്തി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണ് കാരണം അറിയാം? അദ്ദേഹത്തിന് സമ്പത്ത്, അദ്ദേഹത്തിന് മക്കളൊക്കെ നല്ല നിലയിലാണ്, നല്ല ജോലിയാണ്, സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് മാനസികമായിട്ട് അദ്ദേഹം മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള വളർച്ച, ആരോഗ്യപരമായിട്ടുള്ള വളർച്ച മനുഷ്യന് അത്യാവശ്യമാണ്. അതില്ല എന്നുണ്ടെങ്കിൽ ജീവിതം വളരെ ദുർഘടമായിരിക്കും. അതിനൊക്കെ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലി തന്നെയാണ്. സത്യത്തിൽ നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം പറഞ്ഞ ഒരു ജീവിത രീതിയുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേഖലയും, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും, ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അന്ന് ഒരു ഡോക്ടർ ചികിത്സയ്ക്ക് വേണ്ടി മദീനയിൽ വന്നു. ആ സമയത്ത് ഇങ്ങനെ പുറത്തു വന്നാണ് നബിയുടെ അനുചരന്മാരെ പരിചരിക്കാൻ വേണ്ടിയിട്ട് രോഗികളുണ്ടെങ്കിൽ അവർ ചികിത്സിക്കുക എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ അദ്ദേഹത്തിന് 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, അദ്ദേഹത്തിന് ജോലിയില്ല. കാരണം അവിടെ ആരും രോഗികളില്ല. രോഗികളായിട്ട് ആരും, രോഗികളുണ്ടെങ്കിലല്ലേ അദ്ദേഹത്തിന് ചികിത്സിക്കേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ നബിയോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്? ഇവിടെ ആരും രോഗികളായിട്ട് ആരും ഇല്ലല്ലോ എന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അനുയായികൾ, സഹാബാക്കൾ, അവർ വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കൂ. 1. രണ്ടാമത് വയറ് നിറച്ച് ആഹാരം കഴിക്കുകയില്ല എന്ന് പറയും. നമ്മളെ രോഗം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ വയറിൽ നിന്നാണ്. സത്യത്തിൽ ഇതിനൊക്കെ ഒരു രീതി വെച്ചിട്ട് ആ രീതി ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല സന്തോഷകരമായ ജീവിതം ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മളെ വയറിനെ 3 ഭാഗമാക്കി തിരിച്ചാൽ, ഒരു ഭാഗം ഭക്ഷണം, രണ്ടാമത്തെ ഭാഗം വെള്ളം, മൂന്നാമത് കാലിയായിരിക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ രീതി നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നമ്മളെ നിസ്കാരമാണെങ്കിൽ തന്നെ, നമസ്കാരം ഇവിടെ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു നിർബന്ധമായിട്ട് 5 നേരം ചെയ്യേണ്ട നമസ്കാരം, അത് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് ഒരു പുറത്ത് വേറെ രാജ്യത്ത് നിന്ന് വന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന സമയത്ത് നിസ്കാരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി അത്തയ്യാത്തിലെത്തിയ സമയത്ത് ഞാൻ പറഞ്ഞു, 2 പ്രധാനപ്പെട്ട നിറമ്പോഴല്ലാത്ത ബാക്കിയുള്ള എല്ലാം ഇളകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താണ് അദ്ദേഹം സലാം കിട്ടുന്നത്. അപ്പോൾ അതും ഇളകിയിട്ടോ എന്ന് പറഞ്ഞു. നമുക്ക് ബാക്കിയുള്ള എല്ലാ മേഖലകളിലും നമുക്ക് ഉയരാനായിട്ട് സാധിക്കും. മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിൻ്റെ പിറകെ വന്നു ചേരും. നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹം കുറച്ചും കൂടെ നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട്. ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായി. ഹോർലിക്സിൻ്റെ ഒരു ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്ക് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഹോർലിക്സ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം നമ്മുടെ ഉമ്മമാരൊക്കെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നത്. അപ്പോൾ മറ്റുള്ള സമൂഹം, അതായത് വിദേശ രാജ്യങ്ങളിലും അവിടെയും ഇവിടെയുള്ള സമൂഹത്തിന് ഇത്രത്തോളം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അവിടുത്തെ സിസ്റ്റം അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഈ കാര്യത്തിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ ജോലി ചെയ്ത ആളുകൾ പറയുന്നത്, നാട്ടിൽ വന്നാൽ അവർ പറയുന്നേക്കാം ഇവിടുത്തെ പെപ്സി ഒന്നും ഒരു ടേസ്റ്റും ഇല്ല എന്ന് പറയും. അവർ വെറുതെ തള്ളുന്നതല്ല, സത്യത്തിലുള്ളത് തന്നെയാണ്. അവിടുന്ന് കിട്ടുന്ന പെപ്സി അല്ലെങ്കിൽ കോള എന്നൊക്കെ പറയുന്നത് ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ കിട്ടുന്ന പോലെയല്ല, ഇവിടെ വെറും ഒരു മധുരം കലക്കിയ പോലുള്ള ഒരു അവസ്ഥയിലാണ്. അത് ഒരുപക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് ആവാം. ഇതൊന്നും നോക്കാനുള്ള ഒരു സിസ്റ്റം നമുക്കിവിടെ ഇല്ല. നമ്മൾ തന്നെ സ്വയം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. പിന്നെ ആരോഗ്യത്തെ സംബന്ധിച്ച് ശാരീരിക ആരോഗ്യം പോലെ തന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മാനസികാരോഗ്യം. മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സമൂഹത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ ആയുസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന ഒരു വിഭാഗം ഒന്ന് രാഷ്ട്രീയക്കാരായിരിക്കും. കാര്യമായിട്ട് ഇപ്പോൾ അച്യുതാനന്ദനൊക്കെ 100 വയസ്സിൻ്റെ മുകളിലായി, സഖാവൊക്കെ. അതേപോലെ ടീച്ചർമാരാണ് മറ്റൊരു വിഭാഗം. അപ്പോൾ ഇവരൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരെ മനസ്സിൽ കൂടുതൽ ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ ഇതിൽ വിടുക എന്നുള്ള ആ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്. ടീച്ചർമാരാണെങ്കിൽ അവർക്ക് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ഒരു ജോലിയോ കാര്യങ്ങളല്ല. നേരെ മറിച്ച് നമ്മളെ നാട്ടിലുള്ള കർഷകർ, ഇങ്ങനെയുള്ള ഈ അധ്വാനിക്കുന്ന വിഭാഗം ആളുകൾ ആയുസ്സങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാർ അടിച്ചു പോകുന്നത്. അപ്പോൾ അവർക്ക് വ്യായാമം ഇല്ലാത്തത് കൊണ്ടല്ല ഈ പറയുന്ന ആയുസ് കുറഞ്ഞു പോയത്. മാനസികാരോഗ്യം, ഈ ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അത് ഒന്നും കൂടെ നമ്മുടെ ശാരീരികാരോഗ്യത്തെ, ബാക്കി കാര്യങ്ങൾ വേണ്ട എന്നല്ല, ഇത് നമുക്ക് കൂടുതൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഏതായാലും ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ച ബ്രൈറ്റ് അക്കാദമിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വേറൊരു ഭൂമി പ്രപഞ്ചത്തിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. ഏതായാലും പ്രകൃതി ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് മുന്നത്തെ ഞാൻ 6ാമത്തെ ക്ലാസ്സിലാണ്, ഇന്നത്തോടുകൂടി 6ാമത്തെ ക്ലാസ്സിലാണ് പങ്കെടുക്കുന്നത്. ഈ 4 ആളും പുതിയ സുഹൃത്തുക്കളാണ്. വളരെ ഊർജ്ജസ്വലരായ, നമ്മളെപ്പോലെ ഒരേ മനസ്സ്, അതായത് ഇത് പ്രസംഗിക്കണം, അല്ലെങ്കിൽ ജനങ്ങളുടെ നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കണം, 4 ആളുടെ മുന്നിൽ എണീറ്റ് വെക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ. അപ്പോൾ നമ്മളൊക്കെ ഏകദേശം ഒരു കാറ്റഗറി പെട്ട ആളുകൾ തന്നെയാണ്. ആ ഒരു വിഷയത്തിലാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വളരെ പോസിറ്റിവിറ്റിയാണ് നമുക്ക് ഇവിടെ കാണാൻ. കാരണം എല്ലാവരും സംസാരം അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ചോദ്യോത്തര സെഷൻ ഒക്കെ വളരെ നല്ല രീതിയിൽ പിന്നെ ഇവിടെ എല്ലാവരും കൈകാര്യം ചെയ്തു. കാരണം ഒരുപാട് സംശയങ്ങൾ, കാരണം ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കടയുമായി ബന്ധപ്പെട്ട് സോളാറിൻ്റെ കാര്യം എനിക്ക് ഇപ്പോൾ KSB വർക്ക് ചെയ്യുന്ന 2 ആളുകളുണ്ട്. ഇനിയിപ്പോൾ ധൈര്യത്തിൽ അവരുടെ നമ്പർ ഞാൻ വാങ്ങും. എനിക്ക് എന്താ ആവശ്യമുള്ള ചോദിക്കാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 3ാമത്തെ ക്ലാസ് ആണെങ്കിലും കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ ഇവിടെ വന്ന് സംസാരിച്ചു. അപ്പോൾ ഏതായാലും ഈ എല്ലാവർക്കും ഈ ഉയർച്ച ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിലാണെങ്കിലും വളരെ ഉയർച്ചയും സന്തോഷവും സമാധാനം നിറഞ്ഞ ജീവിതമൊക്കെ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഉള്ള ജോലിയിൽ മാക്സിമം ഉയരത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു ഇതൊക്കെ പോയിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെയാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് സ്വാഭാവികമായിട്ടൊരു സംസാരിക്കാൻ പറ്റിയെന്നുള്ളൊരു തോന്നൽ എനിക്കുന്നുണ്ട്. ബാക്കി ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിട്ട് തന്നെയാണ്, അവിടുന്ന് ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല. ഇവിടെ വന്നിട്ട് ആരോഗ്യം എന്നുള്ള കാര്യം ഞാൻ സ്വാഭാവികമായിട്ട് വന്നതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്കില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് പരിശീലനത്തിലൂടെ കിട്ടിയത് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ബ്രൈറ്റ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ കുറച്ച് ഒരു 2 ആഴ്ച 3 ആഴ്ച വന്നിട്ട് പിറ്റേതാഴ്ച വരുമ്പോൾ പുതിയ ആൾക്കാരെ കിട്ടും. നമുക്ക് പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. പുതിയ മേഖലയിലുള്ള ആൾക്കാരായിരിക്കും. അവരെ ആ മേഖലയെക്കുറിച്ച് നമുക്ക് കുറച്ച് അറിവുകളൊക്കെ കിട്ടും. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു.
ആരും മോശമൊന്നുമല്ല, നല്ല അത്യാവശ്യം നല്ല കഴിവുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരും. നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. ഇനിയുള്ള ക്ലാസ്സുകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് എല്ലാവർക്കും മെച്ചപ്പെടാൻ പറ്റും എന്ന് ഉള്ള വിശ്വാസമുണ്ട്. ഇപ്പോൾ ക്ലാസ്സിൽ നിന്നുള്ള അനുഭവം 5 ആൾ ക്ലാസ്സിൽ ഇപ്പോൾ പങ്കെടുത്തു. അതിൽ 4 ആളും ആരോഗ്യമാണ് സമ്പത്ത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. 4 ആൾ സംസാരിച്ചാലും 4 വിധത്തിലാണ് 4 കാര്യങ്ങൾ. 4 ആളിൽ നിന്നും 4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, പലതും. ഒന്നാമത്തെ അനുഭവം അതാണ്. പിന്നെ ഒരാൾ സംസാരിച്ചത് പ്രകൃതി സംരക്ഷണമാണ്. അതിന് ഒരുപാട് പാഠങ്ങൾ നമ്മൾക്ക് അറിയണതും അറിയാത്തതും ഒരുപാട് അറിയാൻ കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ വിഷയം നമ്മൾ ഈ 5 വ്യക്തികൾ തമ്മിലുള്ളൊരു സൗഹൃദ പിന്നെ ഫൈസൽ സാറ് സൂചിപ്പിച്ച കുട്ടികളെ നാം എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ വളർത്തണം എന്നുള്ള രീതിയൊക്കെ കുറഞ്ഞ രീതിയിൽ, ഒരുപാട് നീണ്ടു കിടക്കുന്ന വിഷയമാണെങ്കിലും അതിൽ കുറഞ്ഞ രീതിയിലൊക്കെ അവതരിച്ച് ശ്രമിച്ചതിൽ വളരെ അധികം ഹൃദ്യമായിരുന്നു. അതൊക്കെ വളരെ നമുക്ക് കുട്ടികളിലേക്ക് ഒന്ന് അപ്ലൈ കുറിച്ച് ഫൈസൽ സാർ പറഞ്ഞത് അത് വളരെ ഹൃദ്യമായി. കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, അവരോട് പഠിക്കുക എന്ന് കൽപ്പിക്കാതെ നമ്മളും കൂടെ ഇരുന്ന് പഠിച്ചാൽ അവർ പഠിക്കും എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റായി സാറ് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ പുതിയ ക്ലാസ്സിൽ വന്ന നമ്മുടെ സാറ് നമ്മളെ KCB തന്നെയുള്ള ഒരാളെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരാളെ നമുക്ക് കിട്ടിയല്ലോ. പിന്നെ മാത്രമല്ല പരസ്പരമുള്ള ഇൻട്രാക്ഷൻ, 5 ആളുകളുമായി തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെയധികം ഹൃദ്യമായി. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. പിന്നെ ഇന്ന് എനിക്ക് കൂടുതൽ